ത്രില്ലർ സിനിമയിലെ പോലെ 30 ബൈക്കുകളിൽ കുറ്റവാളിയെ ചേസ് ചെയ്ത് തമിഴ്നാട് പോലീസ്. നാമക്കൽ ജില്ലയിൽ കുമാരപാളയത്തിനടുത്ത് സേലം കൊച്ചി ദേശീയപാതയിലെ 5 കിലോമീറ്ററിലായിരുന്നു അമ്പരപ്പിക്കുന്ന സിനിമാ സ്റ്റൈൽ ചേസ്. രക്ഷപ്പെടാൻ കിണഞ്ഞു ശ്രമിക്കുന്നതിനിടെ പല വാഹനങ്ങളെയും കൊള്ളസംഘം സഞ്ചരിച്ച കണ്ടെയ്നർ തട്ടി. തൃശൂരിലെ 3 ATM സെന്ററുകളിൽ നിന്ന് തട്ടിയ പണവുമായി കാർ കണ്ടെയ്നറിലേക്ക് ഓടിച്ചു കയറ്റിയാണ് പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. നാമക്കല്ലിൽ വച്ചിട്ടായ ഒരു അപകടം സംഘത്തെ കുടുക്കുകയായിരുന്നു. പോലീസ് ആപത്ത് മണത്തു. പ്രതികൾ ഹരിയാനക്കാരാണെന്ന് സേലം മേഖല DIG ES ഉമ അറിയിച്ചു. വാഹന പരിശോധന വെട്ടിച്ചു പാഞ്ഞ കണ്ടെയ്നർ നിരവധി വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചാണ് മുന്നോട്ട് പോയത്. പിടിയിലായ ശേഷവും രക്ഷപ്പെടാൻ ശ്രമം നടത്തിയ പ്രതികൾക്കെതിരെ പോലീസിനെ ആക്രമിച്ചതിനടക്കം കേസെടുക്കുമെന്ന് DIG വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. രാവിലെ കേരള പോലീസിൽ നിന്ന് വിവരം കിട്ടിയപ്പോൾ വിവിധ സംഘങ്ങളായി പരിശോധന തുടങ്ങി. കണ്ടെയ്നർ ലോറിയിലാണ് പ്രതികൾ എന്ന വിവരം 8:45-ന് ലഭിച്ചു. തുടർന്ന് കുമാരപാളയം ജംഗ്ഷൻ ബൈപ്പാസിൽ വച്ച് പോലീസ് സംഘം വാഹനം കൈ കാണിച്ചു നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും വേഗത്തിൽ മുന്നോട്ട് പോയി. പിന്തുടർന്നപ്പോൾ അടുത്ത ടോൾ ഗേറ്റിന് അടുത്ത് വെച്ച് ലോറി തിരിച്ച് അടുത്ത വഴിയിലേക്ക് പോകാൻ ശ്രമിച്ചു. ഇതിനിടെ നിരവധി വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചുവെന്ന് DIG പറയുന്നു. പിന്തുടർന്നു പോയ പോലീസ് 10:45-ന് സന്യാസിപ്പെട്ടിയിൽ വെച്ച് വാഹനം നിർത്തി ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കണ്ടെയ്നറിൽ മുന്നിൽ 4 പേർ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ചു. വഴിയിൽ വെച്ച് ലോറിയുടെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് സംശയം തോന്നി. ഭാരമുള്ള വസ്തു ഇടിക്കുന്ന പോലെ തോന്നി. അതിനാൽ ലോറി നിർത്തി തുറന്ന് പരിശോധിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അകത്ത് കാറും 2 പേരും ഉണ്ടെന്ന് കണ്ടതെന്നും DIG പറഞ്ഞു. എന്നാൽ കണ്ടെയ്നർ തുറന്നതും ഉള്ളിലുണ്ടായിരുന്നവർ പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു. ഇതോടെ ഇവരെ കീഴ്പ്പെടുത്തി. ഇതിനിടയിലാണ് ഡ്രൈവർ ഇൻസ്പെക്ടറെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഇയാളെ പിന്നീട് വെടിവെച്ച് വീഴ്ത്തേണ്ടി വന്നുവെന്ന് DIG പറഞ്ഞു. ക്രെറ്റ കാർ കേരളത്തിൽ വെച്ച് തന്നെ കണ്ടെയ്നറിന്റെ ഉള്ളിൽ കയറ്റി. ഇതിനകത്ത് നിരവധി വ്യാജ നമ്പർ പ്ലേറ്റുകളും കണ്ടെത്തി. പിടിയിലായവരിൽ 7 പ്രതികൾ ഹരിയാന സ്വദേശികളാണെന്ന് വ്യക്തമായി. 5 പേർ പൾവാർ ജില്ലക്കാരാണെന്നും 2 പേർ ന്യൂഹ് ജില്ലക്കാരാണെന്നും പോലീസ് പറഞ്ഞു. SBI ATM-ൽ പണം ഇടയ്ക്കിടെ നിറയ്ക്കുമെന്ന് കരുതിയാണ് പ്രതികൾ ഇവ ലക്ഷ്യമിട്ടത്. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ATM കണ്ടെത്തിയത്. ന്യൂഹ് ജില്ലക്കാർ അടുത്തിടെ കൃഷ്ണഗിരി ജില്ലയിൽ ATM മോഷണം നടത്തിയിട്ടുണ്ട്. പ്രതികളുടെ പക്കൽ നിന്നും പിടികൂടിയ പണം എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല. പോലീസുകാരെ ആക്രമിച്ചതിലും വാഹനങ്ങൾ ഇടിച്ചു തകർത്തതിലും തമിഴ്നാട്ടിൽ കേസെടുക്കുന്നുണ്ട്. അതിന്റെ നടപടി കൂടി കഴിഞ്ഞ് കേരള പോലീസിന് കൈമാറും. പരിക്കേറ്റ ആൾ ആശുപത്രിയിൽ തുടരുകയാണ്. മറ്റുള്ളവരെ ചോദ്യം ചെയ്യുമെന്ന് DIG പറഞ്ഞു. ATM-ൽ നിന്ന് തട്ടിയെടുത്ത 65 ലക്ഷം രൂപ കൊള്ളക്കാരിൽ നിന്ന് പിടിച്ചെടുത്തു. ATM കൊള്ളയ്ക്കായി കാറിലാണ് സംഘം എത്തിയതെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. കവർച്ചയ്ക്ക് ശേഷം ദേശീയപാതയിലേക്ക് കടന്ന് കാറും പണവും ഉൾപ്പെടെ കണ്ടെയ്നറിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും കണ്ടെയ്നർ റോഡിൽ അപകടത്തിൽപ്പെട്ടതോടെ കൊള്ളസംഘത്തിന്റെ രക്ഷപ്പെടൽ പദ്ധതി പൊളിയുകയായിരുന്നു.